സുഹൃത്തുക്കളെ, ലോകമെമ്പാടും നിലനിൽക്കുന്ന അടിസ്ഥാന സംഘർഷം തൊഴിലാളികളും മൂലധന ശക്തികളും തമ്മിലുള്ളതാണ്. സമ്പന്നർ ലാഭം സമ്പാദിക്കുകയും സമ്പത്ത് കൈയടക്കുകയും ചെയ്യുന്നു. അതേസമയം തൊഴിലാളികളുടെ അധ്വാനമാണ് ആ സമ്പത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യയിൽ ഈ ചൂഷണം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ജാതി വ്യവസ്ഥയിലൂടെയും ഭാഷാ ആധിപത്യത്തിലൂടെയും മതരാഷ്ട്രീയത്തിലൂടെയും പ്രവർത്തിക്കുന്നു. ബ്രാഹ്മണാധിപത്യം, ഹിന്ദി അടിച്ചേൽപ്പിക്കൽ, ഹിന്ദുത്വ രാഷ്ട്രീയം എന്നിവ ചേർന്നാണ് ഈ ആധിപത്യ ഘടന രൂപപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ബ്രാഹ്മണിസവും മൂലധനവാദവും ആണെന്ന് ചൂണ്ടിക്കാട്ടി. പെരിയാർ EV രാമസ്വാമി ഇതേ ആശയത്തെ ഹിന്ദു, ഹിന്ദി, ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിലൂടെ വിശദീകരിച്ചു. ഇരുവരും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ മോചനത്തിനായി ജീവിതം സമർപ്പിച്ചു. ഈ ലക്ഷ്യത്തോടെയാണ് ദ്രാവിഡ പ്രസ്ഥാനം വളർന്നത്. അതിൻ്റെ രാഷ്ട്രീയ രൂപമായ DMK സാമൂഹ്യനീതിയും സമത്വവും ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഞാൻ മുതൽവൻ പോലുള്ള പദ്ധതികൾ പിന്നോക്ക വിഭാഗങ്ങളിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നൽകുന്നു. സമത്വപൂരം പദ്ധതിയിലൂടെ വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും ദ്രാവിഡ രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട്. സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശം നൽകുന്ന നിയമം, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്രാ സൗകര്യം, വിദ്യാർത്ഥിനികൾക്കുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയവ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന സാമൂഹ്യ പദ്ധതികൾ മാത്രമല്ല, സാംസ്കാരിക ബോധവൽക്കരണവുമാണ്. പെരിയാർ സ്വാഭിമാനം എന്ന ആശയം മുന്നോട്ട് വെച്ചു. മനുഷ്യൻ സ്വന്തം മാന്യത തിരിച്ചറിയുകയും അനീതിക്കെതിരെ നിലകൊള്ളുകയും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭിമാന വിവാഹങ്ങൾ രൂപപ്പെട്ടത്. പുരോഹിതരുടെയും മതാചാരങ്ങളുടെയും ഇടപെടലില്ലാതെ സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്തുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ദ്രാവിഡ നേതാക്കൾ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വിമർശനാത്മകമായ രീതിയിൽ പരിശോധിച്ചു. യുക്തിചിന്തയും ശാസ്ത്രീയ മനോഭാവവും വളർത്താൻ അവർ ശ്രമിച്ചു. സിനിമ, നാടകം, സാഹിത്യം തുടങ്ങിയ ജനകീയ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സാമൂഹ്യ ബോധവൽക്കരണം നടത്തി. പരാശക്തി പോലുള്ള സിനിമകൾ അന്ധവിശ്വാസങ്ങളെയും സാമൂഹ്യ അനീതികളെയും ചോദ്യം ചെയ്തു. ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന സംഭാഷണങ്ങളിലൂടെ യുക്തിവാദം പ്രചരിപ്പിച്ചു. ദ്രാവിഡ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക ഐഡന്റിറ്റിയും സൃഷ്ടിച്ചു. വിധവകൾ, ട്രാൻസ്ജെൻഡർമാർ, വ്യക്തികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് മാന്യതയും അംഗീകാരവും നൽകുന്ന പുതിയ ഭാഷയും പദപ്രയോഗങ്ങളും പ്രചരിപ്പിച്ചു. സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനം ഉയർത്താൻ ഇത് സഹായിച്ചു. ഇന്നും ദ്രാവിഡ ആശയങ്ങളെ എതിർക്കുന്ന ശക്തികൾ അതിൻ്റെ ഈ സാംസ്കാരിക സ്വാധീനത്തെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാരണം ദ്രാവിഡമെന്നത് വെറും ഭരണരാഷ്ട്രീയമല്ല, അത് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രസ്ഥാനമാണ്. പെരിയാർ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെടുന്ന എല്ലാം ദ്രാവിഡരാണ്. ദ്രാവിഡ ഐഡന്റിറ്റി ജനനം കൊണ്ട് ലഭിക്കുന്നതല്ല, അനീതിക്കെതിരെ പോരാടാനും സാമൂഹ്യമോചനത്തിനായി പ്രവർത്തിക്കാനുമുള്ള ബോധപൂർവമായ തെരഞ്ഞെടുപ്പാണത്. അതുകൊണ്ട് നാം ഓരോരുത്തരും യുക്തിചിന്തയും സ്വാഭിമാനവും വളർത്തണം. ജാതി, മതം, ഭാഷ എന്നീ പേരുകളിൽ മനുഷ്യരെ വിഭജിക്കുന്ന ശക്തികൾക്കെതിരെ നിലകൊള്ളണം. സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണം.